ഗ്യാസ് ട്രബിൾ വരുന്ന സമയത്ത് എന്ത് ചെയ്യും ഡോക്ടറെ എന്ന് ചോദിക്കുന്നവരോടൊക്കെ നമ്മൾ വെളുത്തുള്ളി ചുട്ടെടുത്ത് കഴിക്കാനായിട്ട് ഒരു താൽക്കാലിക ആശ്വാസത്തിന് പ്രയോഗിച്ച് നോക്കാനായിട്ട് ഒരു പൊടിക്കൈ പോലെ നിർദ്ദേശിക്കാറുണ്ട്. പലപ്പോഴും നിങ്ങൾ പലരും അത് ചെയ്ത് സംതൃപ്തരായിട്ടുള്ളവരാണ്. ഇന്ന് നമുക്ക് വെളുത്തുള്ളിയെ പറ്റി കുറച്ചുകൂടെ വിശദമായിട്ട് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സംഗതിയാണ് വെളുത്തുള്ളി. പലതരത്തിലുള്ള ആയുർവേദ ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ട് അത് ഉപയോഗിച്ചു വരുന്നു. ഇതിന്റെ രസഗുണ വിരൂപങ്ങളെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഏതേത് രീതിയിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഔഷധങ്ങൾ അത് ചേർത്ത് വരുന്നത്, എന്തുകൊണ്ടാണ് അടുക്കളയിൽ കറികളൊക്കെ തയ്യാറാക്കുമ്പോൾ എന്തുകൊണ്ടാണ് ചേർക്കുന്നതെന്ന് വ്യക്തമാക്കി തരാം. ഇന്നത്തെ വീഡിയോയില് വെളുത്തുള്ളിയെ പറ്റി ഒരു ചെറു വിവരണവും ഒപ്പം തന്നെ നിങ്ങൾക്ക് വീടുകളിൽ പ്രയോഗിച്ചു നോക്കാവുന്ന ചില പൊടിക്കൈകളുമാണ് വിവരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. കണ്ടതിന് ശേഷം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഉപകാരപ്പെടുന്ന ഒന്നാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഡോക്ടർ സേവിയർ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. നമ്മൾ ഈ ഗാർലിക് എന്ന് ഇംഗ്ലീഷിൽ വിളിക്കുന്ന വെളുത്തുള്ളിയുടെ ബൊട്ടാനിക്കൽ നെയിം, അതായത് സയന്റിഫിക് നാമം എലിയം സറ്റൈവം എന്നാണ്. അതുപോലെ സംസ്കൃതത്തില് രസോനാന്നും ലശുനം എന്നൊക്കെ വിളിക്കപ്പെടുന്നു. ഇത് ചേർത്ത് തയ്യാറാക്കുന്ന ചില ആയുർവേദ ഔഷധങ്ങളാണ് രസോന രസം, അതുപോലെ ലച്ചുനേരണ്ടാതി കഷായം. ഇതിലൊക്കെ വെളുത്തുള്ളി അടങ്ങിയിട്ടുണ്ട്. ഇനി ആദ്യമായിട്ട് ഇതിന്റെ ആയുർവേദ പ്രോപ്പർട്ടീസ്, രസഗുണവീര്യ വിഭാഗങ്ങളൊന്ന് പറഞ്ഞുതരാം. വെളുത്തുള്ളിയില് കടു, തിക്ത, ലവണ രസത്തോടു കൂടിയതാണ് വെളുത്തുള്ളി. അതുപോലെ തന്നെ സ്നിഗ്ധ, തീക്ഷ്ണ ഗുണമുണ്ട്, ഉഷ്ണവീര്യവുമാണ്. ഇതിന്റെ വിഭാഗരസം കടുവിഭാഗമാണ്. ഇതിന്റെ ദോഷകർമ്മങ്ങളെ പറ്റി പരിശോധിക്കുമ്പോൾ ഇത് വാത കഫദോഷങ്ങളെ ശമിപ്പിക്കുന്നു. അതുപോലെ തന്നെ പിത്തദോഷത്തെ വളരെയധികം വർദ്ധിപ്പിക്കാനും ഇടയാക്കുന്നുണ്ട് വെളുത്തുള്ളിയുടെ ഉപയോഗം. അപ്പൊ ഈ രസഗുണ വിഭാഗങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് ദഹനേന്ദ്രിയ വ്യൂഹവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രോഗാവസ്ഥകൾ, കഫം വർദ്ധിച്ചുണ്ടാകുന്ന രോഗാവസ്ഥകൾ, ആമാശയാശ്രിതമായിട്ട് അഗ്നിമാന്ദ്യവും ദഹന തകരാറുകളും ആമാവസ്ഥയും കഫദോഷം വർദ്ധിച്ചുണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങളൊക്കെ ശമിപ്പിക്കുന്നതിന്, അഗ്നിദീപ്തി ഉണ്ടാക്കുന്നതിന്, ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിന്, അതുപോലെ കഫദോഷത്തിന്റെ സ്ഥാനമായ ഉരസിലും നെഞ്ചിലും ശിരസിലും ഒക്കെ കഫം വർദ്ധിച്ചുണ്ടാകുന്ന രോഗാവസ്ഥകൾ, ആസ്മ, കഫക്കെട്ട്, ചുമ, തുമ്മല്, മൂക്കടപ്പ്, ജലദോഷം, സൈനുസൈറ്റിസ്, ഇത്തരം പ്രശ്നങ്ങൾക്കും ഈ വെളുത്തുള്ളി ചേർത്ത് വരുന്ന ഔഷധങ്ങൾ ഉപയോഗപ്രദമാണ്. അതുപോലെ തന്നെ വാദം വർദ്ധിച്ചുണ്ടാവുന്ന പല രോഗാവസ്ഥകൾ, ആവരണവാദം മൂലമുണ്ടാവുന്ന പലതരത്തിലുള്ള ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ്, ഇത്തരം രോഗാവസ്ഥകൾ ചികിത്സിക്കുമ്പോൾ വെളുത്തുള്ളി ചേർത്ത് തയ്യാറാക്കുന്ന ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. പ്രത്യേകിച്ച് വാദം അമിതമായിട്ട് വർദ്ധിച്ചുണ്ടാകുന്ന MND, മോട്ടോർ ന്യൂറോൺ ഡിസീസ്, അതുപോലെ തലച്ചോറിനെ ആശ്രയിച്ചുണ്ടാകുന്ന പലതരം രോഗാവസ്ഥകൾ, ഇവിടെയൊക്കെ തന്നെ വാദദോഷം വളരെയധികം അതിതീവ്രമായിട്ട് വർദ്ധിക്കുന്നുണ്ട്, കോപിക്കുന്നുണ്ട്. ഇത്തരം അവസ്ഥകളിലൊക്കെ തന്നെ നമ്മൾ ചികിത്സിക്കുമ്പോൾ വെളുത്തുള്ളി ചേർത്ത ഔഷധങ്ങൾ ഉപയോഗിച്ചു വരാറുണ്ട്. ഇത്തരം രോഗാവസ്ഥകളെല്ലാം തന്നെ പൂർണ്ണമായിട്ട് 100% ചികിത്സിച്ച് ഭേദമാക്കാൻ സാധ്യമല്ലെങ്കിൽ പോലും ഇത്തരം ഔഷധങ്ങൾ ഉപയോഗിച്ച് ചികിത്സിക്കുമ്പോൾ ആ രോഗാവസ്ഥയെ നിയന്ത്രിച്ചു നിർത്തുന്നതിനായിട്ട് പലപ്പോഴും പലരിലും സാധിച്ചു വരാറുണ്ട്. ഇനി വെളുത്തുള്ളിയുടെ പൊതുവായ ചില ഗുണങ്ങൾ നമുക്ക് പരിശോധിക്കാം. വെളുത്തുള്ളിയെ പറ്റി പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഏറ്റവും ആദ്യം എടുത്ത് പറയേണ്ടത് ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിനും വിശപ്പ് വർദ്ധിപ്പിക്കുന്നതിനും സഹായകരമാകുന്നു. അതുപോലെ തന്നെ ആധുനിക ശാസ്ത്രം കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് ഇതിന് ആന്റി മൈക്രോബിയൽ എഫക്റ്റ് ഉള്ളതായിട്ടും ആന്റിബയോട്ടിക് എഫക്റ്റ് ഉള്ളതായിട്ടും കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. ഇതൊരു നാച്ചുറൽ ആന്റിബയോട്ടിക് ആയിട്ട് പോലും നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ്. ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് സഹായകരമാകുന്നുണ്ട്. കാരണം LDL കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നതിന് സഹായകരമായ ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുവഴി ബ്ലഡ് പ്രഷർ നിയന്ത്രിച്ചു നിർത്തുന്നതിനും ആ രീതിയിൽ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും സഹായകരമാവുന്നതാണ്. ഹൃദയധമനികളിലെ രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടുന്ന ആ കൊളസ്ട്രോൾ, ആ കൊഴുപ്പിന്റെ അംശത്തെ ലയിപ്പിച്ച് കളയുന്നതിന് വെളുത്തുള്ളിയിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾക്ക് സാധിക്കുന്നതായിട്ട് ആധുനിക വൈദ്യശാസ്ത്രവും കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. മേൽപ്പറഞ്ഞ ഗുണങ്ങൾ ഉള്ളത് കൊണ്ടൊക്കെ തന്നെ ഇമ്മ്യൂണിറ്റി പവർ, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് തീർച്ചയായിട്ടും സഹായകരമാണ് വെളുത്തുള്ളി. അടുത്തതായിട്ട് എടുത്തു പറയേണ്ടതായ ഗുണങ്ങൾ, അതായത് കഫദോഷത്തെ ശമിപ്പിക്കുന്നുണ്ട്. ഉഷ്ണതീക്ഷ്ണ ഗുണങ്ങളുള്ളത് കൊണ്ട് ഇത് കഫസംബന്ധമായ രോഗാവസ്ഥകൾ, അതായത് കഫക്കെട്ടും ആസ്മയും പോലുള്ള രോഗാവസ്ഥകൾ നിയന്ത്രിച്ചു കൊണ്ടുവരുന്നതിന് സഹായകരമാവുന്നതാണ്. ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് നീർക്കെട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗാവസ്ഥകൾ കുറച്ചു കൊണ്ടുവരുന്നതിന് സഹായകരമാവുന്നു. പ്രത്യേകിച്ച് ആമവാദം പോലുള്ള രോഗാവസ്ഥകളിൽ കടുകെണ്ണയിൽ വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് മൂപ്പിച്ചെടുത്തുണ്ടാക്കുന്ന തൈലം ആമവാദം കൊണ്ട് സന്ധികളിലുണ്ടാകുന്ന വേദനയും നീർക്കെട്ടും ശമിക്കുന്നതിനൊക്കെ ഉപകാരപ്രദമാണ്. ആന്റി മൈക്രോബിയൽ എഫക്റ്റ് ഉള്ളതുകൊണ്ട് ആമാശയാശ്രിതമായിട്ട് കഫക്കെട്ടുണ്ടായിട്ട് ആമാവസ്ഥ ഉണ്ടായിട്ട് അവിടെ വിരശല്യം ഉണ്ടാകുമ്പോൾ ആ വിരകളെ നശിപ്പിച്ച് കളയുന്നതിന് സഹായകരമാണ് വെളുത്തുള്ളിയുടെ ഉപയോഗം. കാരണം ഇതിൽ ഈ ആന്റി മൈക്രോബിയൽ എഫക്ട്സ് ഉള്ളതായിട്ട് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. കഫദോഷം വർദ്ധിച്ച് ശരീരത്തിൽ അമിതമായിട്ട് കൊഴുപ്പ് അടിഞ്ഞുകൂടിയിട്ട് പലതരത്തിലുള്ള കരൾ രോഗങ്ങൾ, ലിവർ ഡിസീസസ് ഉണ്ടാകാറുണ്ട്. ഇത്തരം അവസ്ഥയിലൊക്കെ തന്നെ വെളുത്തുള്ളി ഉപയോഗിക്കുന്നത് ഈ കഫദോഷത്തെ ശമിപ്പിക്കുകയും അതുവഴി ആ അടിഞ്ഞുകൂടുന്ന അമിതമായിട്ടുള്ള കൊഴുപ്പിനെ അലിയിച്ച് കളയുന്നതിന് പ്രയോജനപ്പെടുന്നതുകൊണ്ട് കരളിലെ അടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പ് വഴി ഉണ്ടാകുന്ന രോഗാവസ്ഥകളെയൊക്കെ തടയുന്നതിന് സഹായകരമാണ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നതിന് സഹായകരമാകുന്നു. ഈ രീതിയിലൊക്കെ ശരീരത്തെ ശുദ്ധീകരിക്കുന്നതിന് സഹായകരമാകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി പറയാന്ന് പറഞ്ഞത്, അതായത് എഫ്രോഡിസിയാക്കായിട്ട്, അതായത്
സെക്ഷൽ പവർ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് വെളുത്തുള്ളിയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന എക്സ്ട്രാക്ട്സിന് കഴിയുന്നതായിട്ട് പറയപ്പെടുന്നു. ആയുർവേദ ഔഷധങ്ങളും വാജീകരണ ഔഷധങ്ങൾ തയ്യാറാക്കുമ്പോൾ അതിൽ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് വരാറുണ്ട്. ഇനി വെളുത്തുള്ളി ഉപയോഗിച്ച് നിങ്ങൾക്ക് വീടുകളിൽ ഒരു താൽക്കാലിക ആശ്വാസത്തിന് പ്രയോഗിച്ചു നോക്കാവുന്ന ചില പൊടിക്കൈകളോട് നിർദ്ദേശിക്കാം. പൊടിക്കൈകൾ തീർച്ചയായിട്ടും ഒരു താൽക്കാലിക ഉപയോഗത്തിന് വേണ്ടി മാത്രമാണ്. ഇതുകൊണ്ട് ഒരു ശാശ്വതമായ പരിഹാരം കിട്ടുമെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഏതൊരു രോഗാവസ്ഥയാണെങ്കിലും എത്രയും പെട്ടെന്ന് ഏറ്റവും അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് നിങ്ങളുടെ ബോഡി ടൈപ്പ് അനലൈസ് ചെയ്ത് അതിന് വേണ്ടതായ ഭക്ഷണ രീതികളും ജീവിത രീതികളും ചിട്ടപ്പെടുത്തുകയും വേണ്ടതായ ഔഷധങ്ങൾ എത്രയും പെട്ടെന്ന് ആരംഭിക്കേണ്ടതാണ്. ഈ വീഡിയോ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിച്ചോളട്ടെ. ചുമയും കഫക്കെട്ടും ശമിപ്പിക്കുന്നതിനായിട്ട് ഒരു പാൽക്കഷായം നിർദ്ദേശിക്കാം. അതിനായിട്ട് ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു 2-3 കരയാമ്പും കൂടെ ചതച്ചിട്ടിട്ട് ഒരു ഗ്ലാസ് പാലിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് ചെറുതീയരിച്ച് തിളപ്പിച്ചരിച്ച് വറ്റിച്ചെടുത്തിട്ട് അത് അരിച്ചെടുക്കുക. കാലത്ത് ഭക്ഷണശേഷവും രാത്രി ഭക്ഷണശേഷവും കഴിക്കുന്നത് ഈ നെഞ്ചിനെ ആശ്രയിച്ചുണ്ടാകുന്ന കഫക്കെട്ട്, ഇരമല്, അതുപോലെ ശ്വാസതടസ്സവും നെഞ്ചിലുണ്ടാകുന്ന ഭാരവും ഒക്കെ കുറഞ്ഞു വരുന്നതിന് സഹായകരമാവുന്നതാണ്. ഹൈ BP ഉള്ളവര്, വളരെ ഉയർന്ന രക്തസമ്മർദ്ദം ഉള്ളവര് ഇതേ രീതിയിൽ തയ്യാറാക്കുന്ന പാൽക്കഷായം വെളുത്തുള്ളി മാത്രമായിട്ട് ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു 1/2 ഗ്ലാസ് പാലും 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് തിളപ്പിച്ച് അരിച്ചെടുത്തിട്ട് കാലത്ത് ഭക്ഷണത്തിന് മുൻപായിട്ട് പതിവായിട്ട് സേവിക്കുന്നത് BP നിയന്ത്രിച്ചു നിർത്തുന്നതിന് സഹായകരമാവുന്നുണ്ട്. ഇനി സന്ധികളിലുണ്ടാവുന്ന വേദനയും നീർക്കെട്ടിനും, അതായത് ആമവാദത്തോടനുബന്ധിച്ച് കാൽമുട്ടിലൊക്കെ ഉണ്ടാവുന്ന നീർക്കെട്ടും വേദനയും, ഇവിടെ കഫദോഷമാണ് വർദ്ധിക്കുന്നത്, വാതദോഷവും വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് വെളുത്തുള്ളി ചതച്ചിട്ട് കടുകെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അത് അരിച്ചെടുത്തതിന് ശേഷം ആ വേദനയുള്ള സന്ധികളിൽ പുരട്ടിയിട്ടാലേ ആ വേദനയും നീർക്കെട്ടും കുറഞ്ഞു വരുന്നതിന് സഹായകരമാവുന്നു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, രക്തവാത സംബന്ധിയായിട്ടുള്ള ചുവപ്പ് നിറവും ചുടിച്ചിലും നീരും വേദനയുണ്ടെങ്കിൽ അവിടെ ഇത് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ആമവാദ രോഗികൾ, അതായത് റൊമാറ്റിക് ഫീവർ കണ്ടീഷനിൽ ചെറുങ്ങനെ പനിക്കോളും നീർക്കെട്ടും നീര് കല്ലിച്ച് കിടക്കുന്നു, കനച്ചലായ വേദന അനുഭവപ്പെടുന്നു, കാല് മടക്കാനും നിർത്താനും പറ്റാത്ത രീതിയിൽ കാൽമുട്ടിലൊക്കെ വേദനയും നീർക്കെട്ടും അനുഭവപ്പെടുന്ന അവസ്ഥയുണ്ട്. അവിടെയാണ് ഇതുപോലെ കടുകെണ്ണയിൽ അല്ലെങ്കിൽ നല്ലെണ്ണയിൽ, കടുകെണ്ണയായിരിക്കും ഏറ്റവും ഉചിതം, അതിലേക്ക് വെളുത്തുള്ളി ചതച്ചിട്ട് ചൂടാക്കിയതിനു ശേഷം സഹിക്കാവുന്ന ചൂടോടെ ആ കാൽമുട്ടിൽ കൂടെ പുരട്ടി കൊടുക്കുന്നത് ആ വേദനയ്ക്ക് താൽക്കാലികമായ ആശ്വാസം കിട്ടുന്നതിന് സഹായകരമാകുന്നു. ഇനി തീർത്തും വിശപ്പില്ലാത്ത അവസ്ഥ, ഈ കഫദോഷം വർദ്ധിച്ചും വാതദോഷം വർദ്ധിച്ചും അഗ്നിമാന്ദ്യം കൊണ്ട് തീർത്തും ദഹനമില്ല വിശപ്പുമില്ലാത്ത അവസ്ഥ വരികയാണെങ്കിൽ 1-2 അല്ലി വെളുത്തുള്ളി, അതിലേക്ക് 1-2 നുള്ള് ഇന്ദുപ്പും കൂടെ ചേർത്ത് അരച്ചെടുത്തിട്ട് അത് ഉച്ചഭക്ഷണത്തിന് മുൻപായിട്ട് സേവിക്കാമെങ്കിൽ, അത് കഴിക്കുന്നു മിതഭക്ഷണം കഴിക്കുന്നു, ആ രീതിയിൽ പതിവായിട്ട് ഉപയോഗിക്കുമെങ്കിൽ വിശപ്പുണ്ടാക്കുന്നതിന് സഹായകരമാവുന്നതാണ്. കഫദോഷം വർദ്ധിച്ചുണ്ടാകുന്ന മറ്റൊരു രോഗാവസ്ഥയാണല്ലോ ആസ്മ രോഗം. ഈ ആസ്മ രോഗികൾക്ക് സ്റ്റീം ഇൻഹലേഷൻ വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഈ ആവി പിടിക്കുന്ന സമയത്ത് ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചതച്ചിട്ടിട്ട് വെള്ളം തിളപ്പിക്കുക. അതിന്ന് വരുന്ന ആവി പിടിക്കുന്നത് രാവിലെയും വൈകിട്ടും പതിവായിട്ട് ആവി കൊള്ളുന്നത് ആ ആസ്മ കൊണ്ടുള്ള ആ ബ്ലോക്കേജസ്, ആ നമ്മുടെ നാസാരന്ധ്രങ്ങളിലൂടെ പ്രവഹിക്കുന്ന വായു ശ്വസനേന്ദ്രിയത്തിലേക്ക് എത്താതെ അവിടെ ആ ചെറിയ നാളികളിൽ ഉണ്ടാകുന്ന ആ ബ്ലോക്കുകൾ ഇല്ലാതാക്കി ശ്വാസഗതി നേരെയാക്കുന്നതിന് സഹായകരമാണ്. വെളുത്തുള്ളി ചതച്ചിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് ആവി പിടിക്കുന്നത് തീർച്ചയായിട്ടും താൽക്കാലിക ആശ്വാസം കിട്ടുന്നതിന് സഹായകരമാവും. തുടർച്ചയായിട്ട് വിരശല്യം ഉണ്ടെങ്കിൽ 1-2 അല്ലി വെളുത്തുള്ളി എടുത്ത് തേനും കൂടെ ചേർത്ത് അരച്ചിട്ട് അത് കാലത്തും രാത്രിയും ഭക്ഷണത്തിന് മുൻപ് പതിവായിട്ട് സേവിക്കാമെങ്കിൽ ഈ ഇൻഡസ്റ്റൈനൽ വേംസ്, ആമാശയത്തെ ആശ്രയിച്ചുണ്ടാകുന്ന വിരശല്യം ശമിക്കുന്നതിന് സഹായകരമാവുന്നു. പിന്നെ ഹൈ കൊളസ്ട്രോൾ ഉള്ളവർ, പ്രത്യേകിച്ച് LDL കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡ്സും ഒക്കെ കൂടുതലായിട്ടുള്ളവരാണെങ്കിൽ വെളുത്തുള്ളി നിങ്ങളുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. അതുപോലെ വെളുത്തുള്ളി കൽക്കമായിട്ട് അരച്ച് ഇതുപോലെ ഭക്ഷണത്തിന് മുൻപായിട്ട് സേവിക്കാം. വെളുത്തുള്ളി പാൽക്കഷായമായിട്ട് സേവിക്കാം. ഇതെല്ലാം ഇത്തരത്തിൽ പ്രയോജനപ്പെടുന്നതായിരിക്കും. അഷ്ടാംഗ ഹൃദയത്തിലെ ഹൃദ്രോഗ ചികിത്സയിൽ ഹൃദയരോഗികൾക്ക് നെഞ്ചത്തുണ്ടാവുന്ന ശൂല, അതായത് നെഞ്ചിലുണ്ടാകുന്ന ഭാരവും വേദനയും ഒക്കെ ശമിപ്പിക്കുന്നതിന് സഹായകരമാവുന്നു. ഏകദേശം ഒരു 30 ഗ്രാം വെളുത്തുള്ളി ചതച്ചിട്ട് 1 ഗ്ലാസ് പാലും 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ചെറുതീയരിച്ച് കുറുക്കി വറ്റിച്ചെടുത്ത് പാലളവാക്കി വറ്റിച്ചതിന് ശേഷം രാത്രിയിൽ ഭക്ഷണശേഷം പതിവായിട്ട് കഴിക്കാമെങ്കിൽ ഈ നെഞ്ചിനെ ആശ്രയിച്ചുണ്ടാകുന്ന ഹൃദയരോഗ സംബന്ധിയായിട്ടുള്ള നെഞ്ചിനുണ്ടാകുന്ന ഭാരവും കിതപ്പും ക്ഷീണവും തളർച്ചയും ശ്വാസം കിട്ടായ്കയും നെഞ്ചുവേദനയും ഒക്കെ ശമിക്കുന്നതിന് സഹായകരമാവുന്നു. ഒരു താൽക്കാലിക ആശ്വാസത്തിന് നിങ്ങൾക്ക് പ്രയോഗിച്ചു നോക്കാവുന്നതാണ്. പല ആയുർവേദ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ അതിലെ വെളുത്തുള്ളിയുടെ ഗുണങ്ങളായിട്ട് ദീപന പാചന സ്വഭാവമുള്ളതായിട്ട്, അതുപോലെ തന്നെ വൃശ്യമായിട്ടും രസായന ഗുണമുള്ളതായിട്ടും പറയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഈ മേൽപ്പറഞ്ഞ രീതിയിലൊക്കെ ഇത് വർക്ക് ചെയ്യുന്നതെന്ന് അർത്ഥം. അപ്പൊ ഈ രീതിയിലൊക്കെ നമുക്ക് ആമാശയാശ്രിതമായിട്ടുണ്ടാകുന്ന വിരശല്യത്തിന്, ആമവാദം കൊണ്ടുണ്ടാകുന്ന
വേദനകൾക്കും നീർക്കെട്ടിനും അതുപോലെ റെസ്പിറേറ്ററി ട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന കഫക്കെട്ടും ചുമയും ആസ്മയും ഇത്തരം അവസ്ഥകൾ ശമിപ്പിക്കുന്നതിന്, അതുപോലെ ഹൃദ്രോഗത്തിന് ശമനം കിട്ടുന്നതിന്, കൊളസ്ട്രോളും LDL കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡ്സും ഒക്കെ നിയന്ത്രിക്കുന്നതിന് ഈ രീതിയിലൊക്കെ ഇത് വെളുത്തുള്ളി ഉപയോഗിക്കാവുന്നതാണ്. ഒപ്പം തന്നെ ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതിനും, ഗ്യാസ് ട്രബിൾ, ബ്ലോട്ടിങ്, എന്തെങ്കിലും തെറ്റായ ഭക്ഷണം കഴിക്കുന്നു, ദഹനമില്ലാതെ വരുന്നു, വായു ആമാശയാശ്രിതമായിട്ട് ബ്ലോക്കായിട്ട് നിൽക്കുന്നു, വായു പോകാതെ മേൽപോട്ടും കീഴ്പോട്ടും പോകാതെ വായു ബ്ലോക്കായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ ചുട്ടെടുത്ത് വെളുത്തുള്ളി കഴിക്കുന്നത് ഈ ഗ്യാസ് ട്രബിൾ നിയന്ത്രിക്കുന്നതിന് സഹായകരമാവുന്നതാണ്. കാരണം ഇതിന് ഈ ദീപനപാചന സ്വഭാവവും പിത്തദോഷത്തെ വർദ്ധിപ്പിക്കുന്നു, ഉഷ്ണവീര്യമാണ്. ഈ ഗുണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇത് സാധ്യമാകുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുമായ മറ്റൊരു സംഗതിയാണ് ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. അതായത് പിത്തദോഷത്തെ വർദ്ധിപ്പിക്കുന്നതുകൊണ്ടും അഗ്നിദീപ്തി ഉണ്ടാക്കുന്നതുമായിട്ടുള്ള സംഗതി ആയതുകൊണ്ട്, തീക്ഷ്ണ സ്വഭാവം ഉള്ളതുകൊണ്ട് നമ്മൾ പ്രഗ്നൻസി പീരീഡിൽ സ്ത്രീകൾ ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. അതുപോലെ അസിഡിറ്റി, പുളിച്ചിത കെട്ടൽ, നെഞ്ചരിച്ചിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒഴിവാക്കണം. അതുപോലെ ബ്ലീഡിംഗ് ഫൈൽസ്, രക്താർശസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവ്യർ, ആദ്യം ആയുർവേദം.